പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സങ്കീർത്തനം 138:7. കഷ്ടതകളോടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രത്യേകം പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ സമാധാനം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞയാഴ്ച ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ നമ്മളോട് വചനം പറഞ്ഞത് നമുക്ക് വലിയൊരു അനുഗ്രഹ കാരണമായി തീർന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നിത്യജീവൻ്റെ കർത്താവിനെ നമ്മൾ തള്ളിക്കളയരുത്. കർത്താവ് നൽകുന്ന ഓരോ അത്ഭുതങ്ങളും കർത്താവ് നൽകുന്ന ഓരോ പ്രവർത്തനങ്ങളും നിത്യജീവനിലേക്കുള്ള കർത്താവിൻ്റെ വിളിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വചനം മറന്നു പോകരുത്. വീണ്ടും വീണ്ടും ഓർത്ത് നമ്മൾ മുന്നോട്ട് പോകണം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വാസ്തവത്തിൽ ഇന്ന് ആമുഖത്തിലെ വചനം വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഓരോ അത്ഭുതങ്ങളാണ്, അല്ലേ? കഷ്ടതകളിലൂടെ നമ്മൾ കടന്നു പോകുന്നെങ്കിലും ഓരോ വിധത്തിലുള്ള കഷ്ടതകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. എന്നാലും കർത്താവ് ഈ സെക്കൻഡ് വരെ നമ്മളെ പരിപാലിച്ചു, നമ്മളെ നയിച്ചു, അല്ലേ? നമ്മളെ അനുഗ്രഹിച്ചു എന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ ഓരോ സെക്കൻഡും ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികളും യുവതി യുവാക്കളും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ കർത്താവ് ഇതുവരെ നയിച്ചതിന് പരിപാലിച്ചത് നമുക്ക് നന്ദി പറയാം. അങ്ങനെ നന്ദി പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് പുതിയ പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ പുതിയ കൃപകൾ, പുതിയ പുതിയ വാതിലുകൾ കർത്താവ് തുറന്നു തരും. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധർ അതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് രണ്ട് കരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവെ അവിടുന്ന് നടത്തിയ വഴികൾ, കർത്താവ് എത്രയോ അടഞ്ഞു കിടന്ന വാതിലുകൾ അവിടുന്ന് തുറന്നു തന്നു. ഇന്നോളം കൈപിടിച്ചു നടത്തി, ഇന്നോളം പരിപാലിച്ചു, ഇന്നോളം പരിശുദ്ധാത്മാവിനെ നൽകി, ഇന്നോളം സ്നേഹം നൽകി, ഇന്നോളം വീഴാതെ കൈപിടിച്ചു നടത്തി. ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. എന്റെ യേശു ഒരു വഴി തുറന്നിടുമേ. അടഞ്ഞിടുമ്പോൾ എന്റെ യേശു ഒരു വഴി തുറന്നിടും. കൈകളടിച്ച് ഇന്നോളം ആരും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴി യേശു തുറന്നിടുമേ. ഇന്നോളം ആരും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴി യേശു തുറന്നിടുമേ. എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസൻ, എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസൻ. നന്നായി കാര്യങ്ങൾ അടിച്ച് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കർത്താവിനെ ആരാധിക്കുകയാണ്. ദൈവം പരിപാലിച്ചു, ദൈവം വഴി നടത്തി. തകർന്നു പോകുന്ന എത്ര അവസരങ്ങളുണ്ടായിരുന്നു. ദൈവമേ അവിടുത്തെ കരുതലിന് നന്ദി പറയുന്നു, അവിടുത്തെ പരിപാലനയ്ക്ക് നന്ദി പറയുന്നു, അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. അവിടുത്തെ വാത്സല്യമാണ് ഞങ്ങളെ വളർത്തിയത്, അവിടുത്തെ പരിപാലനയാണ് ഞങ്ങളെ കൈപിടിച്ച് നടത്തിയത്. കർത്താവേ, അങ്ങില്ലെങ്കിൽ ഞങ്ങൾ ഒന്നുമല്ല.
കർത്താവേ, എത്രയോ കഷ്ടതകളിലൂടെ കടന്നുപോയി, എത്രയോ രോഗാവസ്ഥകളിലൂടെ കടന്നുപോയി, എത്രയോ ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയി, എത്രയോ തെറ്റിദ്ധാരണകളിലൂടെ കടന്നുപോയി, എത്രയോ പാപത്തിന്റെ വഴികളിലൂടെ നടന്നുപോയി. എന്നാലും കർത്താവ് നടത്തി, കർത്താവ് കൈപിടിച്ച് നടത്തി, കർത്താവ് പരിപാലിച്ചു, വീണവനെ എഴുന്നേൽപ്പിച്ചു, തറന്നവരെ ശക്തിപ്പെടുത്തി. ദൈവമേ, ഞങ്ങൾ നന്ദി പറഞ്ഞു ഞങ്ങൾ ആരാധിക്കുന്നു. നിന്റെ പാദക്കല്ലിന്മേൽ തട്ടാതെ കാത്തിടും, തന്നെയുള്ള കൈയിലവൻ നിന്നെ മറയ്ക്കും. നിന്റെ പാദക്കല്ലിന്മേൽ തട്ടാതെ കാത്തിടും, തന്നെയുള്ള കൈയിലവൻ നിന്നെ മറയ്ക്കും. അഗ്നിസ്തംഭമായും തൂണായും വഴികളിൽ അവൻ നിന്നെ പരിപാലിക്കും. അഗ്നിസ്തംഭമായും തൂണായും വഴികളിൽ അവൻ നിന്നെ കൈകൾ ഉയർത്തി കൈയടിച്ച് യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ, എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ, എന്റെ യേശു എത്ര നല്ലവൻ. ഹല്ലേലൂയ 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 ഹല 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 ഹല. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, കുടുംബം മുഴുവൻ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ അംഗങ്ങളും ഇല്ലെങ്കിലും കർത്താവേ, വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും പഠന സ്ഥലത്താണെങ്കിലും ദൈവമേ, ഞങ്ങളുടെ കുടുംബം മുഴുവൻ അങ്ങേ ആരാധിക്കുകയാണ് കർത്താവേ. കുടുംബം മുഴുവൻ അങ്ങേ ആരാധിക്കുകയാണ് കർത്താവേ. ദൈവമേ, പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത കൈക്കുഞ്ഞുങ്ങളാണെങ്കിലും കർത്താവേ, അവരുടെ എല്ലാം കൂട്ടായ്മയിൽ ആരാധിക്കുന്നത് കർത്താവേ. ദൈവമേ, മനസ്സ് തകർന്നിരിക്കുന്ന ഓരോ വ്യക്തികളെ അവിടെ സ്പർശിക്കണേ കർത്താവേ. ഹല 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 ഹല. യേശു ആരാധന ആരാധന. ദൈവമേ, കൃതജ്ഞത അർപ്പിക്കപ്പെടുമ്പോൾ, നന്ദി പറയുമ്പോൾ, മഹത്വ ആരാധന സ്ഥാപിക്കുമ്പോൾ ദൈവമേ, അവിടുന്ന് വീണ്ടും സ്വർഗം തുറക്കുമെന്ന് വന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഹല 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 ഹല. ദൈവമേ, പ്രാർത്ഥിക്കാൻ കഴിയാത്ത വിധം ഹൃദയത്തിൽ മന്ദത ബാധിച്ച, ഹൃദയത്തിൽ അലസത ബാധിച്ച, ഹൃദയം ക്ഷീണിച്ചു പോയ ഓരോ വ്യക്തികളും കുടുംബങ്ങളും ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ ചൊല്ലിയാൽ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവേ, നാടുകളെ കടബാധ്യത, രോഗപീഠകൾ, പൈശാചിക പീഡകൾ, ഒരു കാര്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത തടസ്സങ്ങൾ, ഇങ്ങനെ കെട്ടപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ആരാധന 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 ആരാധന. യേശു ആരാധന ആരാധന. കർത്താവേ, ഹൃദയത്തെ ദുഃഖം കഷ്ടപ്പെടുത്തി കിടക്കുന്നു, നിരാശ, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല കർത്താവ്. ദൈവിക കാര്യങ്ങളോട് ഒരു വെറുപ്പ് കർത്താവേ, ഇങ്ങനെ ഹൃദയത്തിൽ ദൈവിക കാര്യങ്ങളോട് ഒരു പ്രത്യേക തരത്തിലുള്ള കെട്ടുവന്നിരിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. യേശു ആരാധന ആരാധന ആരാധന. കർത്താവേ, ഇപ്പോൾ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ ഈ വചന ശുശ്രൂഷ സംബന്ധിക്കുന്ന ആരെങ്കിലും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ, കാലത്തിനപ്പുറത്തേക്ക് ചരിക്കുന്ന ദൈവമേ, അവരുടെ അടുക്കൽ ചെന്ന് ഇപ്പോൾ അവിടുന്ന് വലിയൊരു കൃപ വർഷിക്കണമേ. ആരാധന. സ്പർശിക്കണേ സ്പർശിക്കണേ. സ്നേഹം കൊണ്ട് നിറയ്ക്കണം, ദയ കൊണ്ട് നിറയ്ക്കണേ, കരുണ കൊണ്ട് നിറയ്ക്കണമേ, വാത്സല്യം കൊണ്ട് നിറയ്ക്കണമേ. ആരാധന ആരാധന ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന്റെ വലിയ സ്നേഹത്തിന് മുമ്പിൽ സ്വസ്ഥാനങ്ങൾ നമുക്ക് ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈശോയെ സ്നേഹിച്ചവരും ഈശോ സ്നേഹിച്ചവരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കുഞ്ഞുങ്ങളെ, വചനമൊക്കെ എടുത്ത് ബൈബിളൊക്കെ എടുത്ത് വചനമൊക്കെ എഴുതിയെടുക്കാൻ റെഡി ആയിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ലാസറിന്റെ മരണവുമായി ബന്ധപ്പെട്ട വചനഭാഗങ്ങൾ വായിച്ചപ്പോൾ, സാധാരണ ബൈബിൾ വായന സമയത്ത് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഒരു വചനം
എന്നെ വളരെ വളരെ കുറച്ചു നേരം ആ വചനത്തിൽ കണ്ണടയ്ക്കുന്നു. ആ വചനം എന്നെ സ്പർശിച്ചു. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 35-36 വാക്യങ്ങളാണ്. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 11 വേഴ്സ് 35-36. വചനം സ്ക്രീനിലുണ്ട്. നിങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ സ്ക്രീനിൽ നോക്കി വചനം നന്നായിട്ട് അങ്ങ് വായിക്കുക. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ലാസർ മരിച്ചുപോയി. ലാസർ മരിച്ചിട്ട് വീണ്ടും പല ദിവസങ്ങൾക്ക് ശേഷം ഈശോ മർത്തായുടെ മറിയത്തിൻ്റെ കുടുംബത്തിലേക്ക് വരുന്നു. അങ്ങനെ ലാസറിന്റെ കുഴിമാടത്തിങ്കലേക്ക് ഈശോ പോകുന്ന സമയമാണ്. അപ്പോൾ ഒരു കാര്യം അവിടെ സംഭവിച്ചു. ഈശോ ലാസറിനെ ഓർത്ത് കരഞ്ഞു. അപ്പോൾ അത് കണ്ട് യഹൂദര് പറയുന്ന ഒരു കമൻ്റാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കൂ, അവൻ എത്രമാത്രം ലാസറിനെ സ്നേഹിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പല മനുഷ്യരെ കുറിച്ച് കമൻറ്റ് പറയും. ചിലപ്പോൾ ഒരു മരണം നടക്കുമ്പോഴോ അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ നടക്കുന്ന നമ്മൾ പറയും, അവർ എത്ര ഡീപ്പാണ് അവരുടെ ബന്ധമെന്നൊക്കെ പറയും. എന്ന് പറയുന്നത് പോലെ ഈശോ എത്രമാത്രം ലാസറിനെ സ്നേഹിച്ചിരുന്നു എന്ന് ജനം കമൻറ്റ് പറയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കുറച്ചുകൂടെ ആഴത്തിൽ നന്നായിട്ട് മനസ്സിലാക്കാൻ മറ്റൊരു തിരുവചനഭാഗമുണ്ട്. അതും ഇതിന് തൊട്ട് മുമ്പ് വരുന്ന വചനമാണ്. അത് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വചനം കാണുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളയച്ചു. അപ്പോൾ ലാസർ രോഗബാധിതനായി എന്ന് പറയാൻ വേണ്ടി, ആ വിവരം ഈശോനെ അറിയിക്കാൻ വേണ്ടി മർത്തായും മറിയും കൂടെ ചില ദൂതന്മാരെ അയക്കുകയാണ്. ആ ദൂതന്മാരെ അയക്കുമ്പോൾ പറഞ്ഞു വിടുന്ന ആ വേർഡ് എന്ന് പറഞ്ഞാൽ റെക്കമെൻഡേഷൻ അല്ലേ, ഒരു റെക്കമെൻഡേഷൻ വേർഡ് പോലെ പറഞ്ഞു വിടുകയാണ്. റെക്കമെൻഡ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാളെ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു വാക്ക് പറയും അല്ലേ, പറ്റിയ വേർഡുകൾ എഴുതും. എന്ന് പറയുന്നത് പോലെ ഈ മർത്തായും മറിയും പറഞ്ഞു വിടുന്ന ഒരു വാക്കുണ്ട്: അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് ഒരു പക്ഷേ ഇങ്ങനെ പറയായിരിക്കും അല്ലേ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരുണ്ട്, സിസ്റ്റർമാരുണ്ട്, അൽമായ ശുശ്രൂഷകരുണ്ട്, സെമിനാരി വിദ്യാർത്ഥികളുണ്ട്, അല്ലെങ്കിൽ അഭിഷേകം എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ എനിക്ക് പറയാൻ പറ്റുമായിരിക്കും. എന്ത് പറയാൻ പറ്റും? ഓ, അത് നീ എത്രമാത്രമാണ് ഈശോനെ സ്നേഹിക്കുന്നതെന്ന്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ഇങ്ങനെ ഒരു കമൻറ്റ് രേഖപ്പെടുത്തുമോ? ഈശോ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു, ഈശോ എത്രമാത്രം നിന്നെ സ്നേഹിച്ചിരുന്നു എന്നൊരു കമൻറ്റ്, ഒരു റെക്കമെൻഡേഷൻ വേർഡ് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയാൻ ഇടവരുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ മർത്തായിക്കും മറിയത്തിനും അറിയാമായിരുന്നു ഈശോ ലാസറിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഈശോ സ്നേഹിച്ചിരുന്നു, ലാസർ സ്നേഹിച്ചിരുന്നു അല്ല, അത് ഉറപ്പ്. ഈശോ സ്നേഹിച്ചിരുന്നു അവർക്ക് അറിയാമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം കാണുമ്പോൾ ദൈവത്തിന് ഈശോയ്ക്ക് നമ്മളോട് അത്രമാത്രം സ്നേഹമുണ്ട് എന്ന് ചുറ്റുമുള്ളവർക്ക് മനസ്സിലാകത്തക്ക വിധം ഈശോയുടെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ഇനി ആ വചനഭാഗത്തിൽ തന്നെ ഈ ഈശോയെ സ്നേഹിച്ചവരും ഈശോ സ്നേഹിച്ചവരും നമ്മളുടെ ബന്ധം മനസ്സിലാക്കാൻ വളരെ സുന്ദരമായ ഒരു വചനഭാഗം കൂടെ അതിനോട് ചേർന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൻ്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 11 വേഴ്സ് 28 to 30. ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ടയുടനെ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ലാസർ മരിച്ചിട്ട് ദിവസങ്ങളായി.
അപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈശോ പറയാണ്, നമുക്ക് ലാസറിൻ്റെ ഭവനത്തിലേക്ക് പോകാം, അവൻ ഉറങ്ങുകയാണെന്നുള്ള കാര്യമൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞു. അങ്ങനെ ഈശോ വരികയാണ്. അപ്പോൾ ഈശോ വരുന്നുണ്ട് എന്നുള്ള കാര്യം മർത്തായി പറഞ്ഞു, മറിയോ അറിഞ്ഞു, വീട്ടുകാരൊക്കെ അറിഞ്ഞു. കാരണം മർത്തായെ മറിയത്തെ ആശ്വസിപ്പിക്കാൻ അവിടെ ആൾക്കാരൊക്കെ യഹൂദരൊക്കെ വീട്ടിലുണ്ട്. ഇത് കേട്ട ഉടനെ മർത്ത വേഗം കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. എൻ്റെ സഹോദരങ്ങളെ, മർത്ത ചെന്ന് കർത്താവിനോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അവിടെ നിന്നെടുത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ മർത്ത ചെന്നിട്ട് കാര്യം നോക്കിയ, മർത്ത നേരെ വീട്ടിലോട്ട് ചെന്നിട്ട് വളരെ സ്വകാര്യമായിട്ട് മറിയത്തെ വിളിച്ച് പറയാണ്, ഇതാ ഗുരു അവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ ബൈബിളിൽ അങ്ങനെ ഈശോ മറിയത്തെ വിളിക്കാൻ പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മർത്ത ചെന്ന് പറയുകയാണ്, ഇതാ ഗുരു നിന്നെ വിളിക്കുന്നു. ഇത് കേട്ട ഉടനെ മറിയം വേഗം ചെല്ലുകയാണ്. മറിയം ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഈശോ അപ്പട്ടെ തന്നെ നിൽക്കുക. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മർത്ത കണ്ട അതേ സ്ഥലത്ത് തന്നെ ഈശോ നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ്, കേരളത്തിൽ ഒരു അനുകരിക്കുന്ന വചനപ്രഘോഷകൻ ഒരിക്കൽ സഖ്യോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു വചന ശുശ്രൂഷയുടെ നടുവിൽ ഈ ഭാഗം വ്യാഖ്യാനിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. മർത്ത എന്നെ അഭ്യാസം കാണിച്ചിട്ടും കാര്യമില്ല, ഈശോ അനങ്ങണമെന്നുണ്ടെങ്കിൽ മറിയം വരണം എന്ന് പറഞ്ഞാൽ മറിയത്തോട് ഈശോയ്ക്ക് അതുപോലെ സ്നേഹമുണ്ട്. കാരണം എന്താ, മറിയം അതുപോലെ ഈശോയെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, മർത്ത എത്ര മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ടും ചില കാര്യങ്ങൾ നടക്കുകയാണ്. എന്നാൽ മറിയം ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ അപ്പം തന്നെ കാര്യങ്ങൾ നടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഈശോയോടുള്ള സ്നേഹം മാത്രം പോരാ, ഈശോ നമ്മളെ സ്നേഹിക്കുന്ന തലത്തിലേക്ക് നമ്മൾ വളരണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ലാസറിന്റെ ഭവനത്തെയോ മർത്തായോ മറിയത്തെയോ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അല്ലെങ്കിൽ ലാസറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സംഭവം മാത്രമല്ല. ബൈബിളിൽ ഇതുപോലെ വളരെ കൃത്യമായി ഈശോ സ്നേഹിച്ചവരെ കുറിച്ചും ഈശോയെ സ്നേഹിക്കുന്നവരെ കുറിച്ചും എടുത്തു പറയുന്ന വചനഭാഗങ്ങൾ ഇനിയും വചനത്തിലുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൻ്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. Gospel of St. John, chapter 13, verse 22 to 26. അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുല ചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷത്തിലേക്ക് ചാരിക്കിടന്നിരുന്നു. ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു, അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക. യേശുവിൻ്റെ വക്ഷത്തിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവെ ആരാണത്? അവൻ പ്രതിവചിച്ചു, അപ്പക്കഷ്ണമൊക്കെ ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷ്ണമൊക്കെ ശിമയോൻ സ്കറിയാത്തയുടെ മകൻ യൂദാസിന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വചനഭാഗത്തിന്റെ പശ്ചാത്തലവും നിങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് ഈശോ പെസഹ അത്താഴത്തിന് നടുവിൽ ഒരു കാര്യം പറയുകയാണ്. അപ്പം തന്നെ ആകുല ചിത്തരായി ശിഷ്യന്മാർ പരസ്പരം നോക്കി, അതാരായിരിക്കും, ആരെ പറ്റിയാണ് പറഞ്ഞത്? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രംഗം ഒന്ന് ഭാവനയെ കാണുകയാണെങ്കിൽ എന്ത് രസകരമായ രംഗമാണത്. ഈശോയുടെ വക്ഷത്തിൽ ചാരിക്കിടക്കുന്ന യോഹന്നാൻ. അപ്പോൾ പത്രോസ്ലീഹ പതുക്കെ നമ്മുടെ കുടുംബത്തിലെ കാണുന്ന പോലെ നമ്മുടെ സമൂഹം, നീ ചോദിക്കുക അല്ലെ സ്കൂളിൽ കുട്ടികൾക്ക് നീ ചോദിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പത്രോസ്ലീഹ വളരെ 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 സ്വഗതമായി പത്രോസ് ഒരു ആംഗ്യം കാണിച്ചു, ചോദിക്കുക. കാരണം എന്താ, യോഹന്നാൻ സ്ലീഹ ചോദിച്ചാൽ കർത്താവ് പറയുമെന്ന് പത്രോസ്ലീഹയ്ക്ക് അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരണം യോഹന്നാൻ അതുപോലെ കർത്താവിനെ സ്നേഹിച്ചിരുന്നെന്ന് മാത്രമല്ല, ഈശോ അതുപോലെ യോഹന്നാനെ സ്നേഹിച്ചിരുന്നു. അപ്പം നിങ്ങൾ നോക്കേണ്ട സഹോദരങ്ങളെ, മറിയം കർത്താവിനെ അതുപോലെ സ്നേഹിച്ചിരുന്നു, മറിയത്തെ കർത്താവ് അതുപോലെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് അവർ പറയുന്ന ഓരോ കാര്യത്തെയും കർത്താവ് അത്ര ഗൗരവമായിട്ട് എടുക്കുകയാണ്. അല്ലേ, യോഹന്നാനിലെ കർത്താവിനെ സ്നേഹിച്ചിരുന്നു, യോഹന്നാനിലെ കർത്താവ് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യോഹന്നാൻ പറയുന്ന കാര്യം കർത്താവ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ തന്നെ യോഹന്നാൻ ചോദിക്കുകയാണ്, കർത്താവ് അത് ആരാണത്? നോക്കെൻ്റെ സഹോദരങ്ങൾ, ശരിക്കും പറഞ്ഞത് പറയാൻ പാടുണ്ടോ? അല്ലേ, ഈശോ അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ഓർക്കാൻ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ രഹസ്യങ്ങൾ ആരോടെ തുറന്ന് പറയുന്നത്? നമ്മൾ ഓർക്കുക, സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടം ചിന്തിച്ച് നോക്കുക.
സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളെ കയ്യിലൊക്കെ അടിച്ചിട്ട് പറയും ഇവർ ഇസ്മായിലേ സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആരോടും പറയില്ല എന്ന് പറയും. എന്നിട്ട് നേരെ പോയി ഇപ്പുറത്ത് പോയിട്ട് നമ്മളോട് നല്ല സ്നേഹം, ഒരു ഡീപ്പ് ബന്ധമുള്ളവരോട് നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയും. ശരിയല്ലേ? അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ച് നോക്കി, നമുക്ക് രഹസ്യങ്ങളൊന്നുമില്ല എങ്കിൽ പോലും നമ്മൾ ആരോടാണ് കാര്യങ്ങളെല്ലാം തുറന്നു പറയുക? നമ്മളോട് നല്ല സ്നേഹം, ഒരു ഡീപ്പ് ബന്ധമുള്ളവരോടാണ് നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ മാത്രമല്ല, ദൈവത്തിൻ്റെ സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടാനും എൻ്റെ സഹോദരങ്ങളെ, ഈശോയ്ക്ക് നമ്മളോട് സ്നേഹം തോന്നുമാറുള്ളൊരു ബന്ധം വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് ചുറ്റുമുള്ളവർക്ക് അറിയുകയും ചെയ്യാം, അത് ചുറ്റുമുള്ളവർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ടല്ലേ പത്രോസിലേക്ക് അറിയാം യോഹന്നാൻ സ്ലീഹാനെ കർത്താവിന് ഇഷ്ടമാണെന്ന്, അല്ലേ? യഹൂദർക്ക് അറിയാം ലാസറിനെ കർത്താവിന് ഇഷ്ടമാണെന്ന്, മർത്തായിക്ക് അറിയാം മറിയത്തിന് കർത്താവിന് ഇഷ്ടമാണെന്ന്. എന്നാൽ ഇവിടെ അസൂയയുടെ വിഷയം ഇല്ലാതാനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോയുടെ സ്നേഹമെന്ന് പറയുന്നത് ഏശയ്യാ പ്രവചനത്തിലും ജെറമ്യായിലും വിലാപത്തിലും ഒക്കെ ഇത് വ്യക്തിപരമാണ്. കയ്യിൽ എഴുതി വെച്ചിരിക്കുന്ന അമ്മയെ പോലെയൊക്കെ സ്നേഹിക്കുമെന്ന് പറയുന്നത് ചുമ്മാ ഒരു ഭംഗി വാക്കല്ല, അതൊരു റിയാലിറ്റി തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇപ്പം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചോദ്യം വരും. ചോദ്യം എന്താ? എങ്ങനെയാണ് അങ്ങനെ ഈശോനെ സ്നേഹിക്കാൻ പറ്റുക, അല്ലേ? എങ്ങനെയാണ് അങ്ങനെ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുക? അല്ലെങ്കിൽ കർത്താവിന് നമുക്ക് ഇഷ്ടം തോന്നുമാറ് എങ്ങനെയാണെന്ന് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുക? ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് കർത്താവിന് ആലോചന ചോദിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നൽകിയ വചനങ്ങളും അതുപോലെ തന്നെ വിശുദ്ധരുടെ ജീവിതത്തിലെ വാക്കുകളും നിങ്ങളെ പെട്ടെന്ന് അറിയിക്കാൻ ഒരു ആഗ്രഹം തോന്നുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ ചിന്തിച്ച് നോക്കുക, എങ്ങനെയാണ് തമ്മിലുള്ള ബന്ധം വളരുക? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നവദമ്പതികൾ, കല്യാണം കഴിഞ്ഞവർ, ആ കല്യാണം കഴിഞ്ഞ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം എങ്ങനെയാണ് വളരുന്നത്? അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന നല്ല ഫ്രണ്ട്സ് ഉണ്ട്, ഈ ബന്ധം, ആ സ്നേഹബന്ധം ഡീപ്പൺ ചെയ്ത് എങ്ങനെയാണ് വളർന്നു വരുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സുഹൃത്ത് ബന്ധം, സ്നേഹബന്ധം വളർന്ന സംഭാഷണത്തിലൂടെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണത്തിലൂടെയാണ് സ്നേഹബന്ധം വളരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ് സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നു. ഇവിടെ എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് പരിചയങ്ങളില്ല. ഇവിടെ വൈദികരുണ്ട്, സിസ്റ്റർമാരുണ്ട്, അൽമാരുണ്ട്. പിന്നെ എന്തായി, ഓരോരുത്തരും തമ്മിൽ കണ്ട് പല സ്ഥലത്ത് വെച്ചും, വഴിയിൽ വെച്ചും, പള്ളിയിൽ വെച്ചും, അല്ലാതെ അങ്ങനെ പല സ്ഥലത്ത് വെച്ച് കണ്ടു, പിന്നെ സംസാരിച്ചു. അങ്ങനെ ആ സംസാരത്തിലൂടെയാണ് ബന്ധം വളർന്നു വന്നത്. നമ്മൾ പുതിയ ഓഫീസിൽ ചെന്നു, സംഭാഷണത്തിലൂടെയാണ് സുഹൃത്ത് ബന്ധം വളർന്നു വരുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയും നമ്മളും തമ്മിലുള്ള ബന്ധം വളരണമെങ്കിൽ ഈശോയോട് അതുപോലെ വ്യക്തിപരമായി സംസാരിക്കുന്ന ഒരു പ്രകൃതം വളർത്തിയെടുക്കണം. അതിനെക്കുറിച്ച് ഇൻസീനു ജേസു എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഫാദർ കിർബി എന്ന് പറയുന്ന ഒരു അച്ഛന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി കൊടുത്ത് ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സംസാരത്തിലൂടെയാണ് സൗഹൃദം വളരുന്നത്. അതുകൊണ്ട് എന്നോട് സംഭാഷണം നടത്തുവാൻ ഞാൻ നിന്നെ വിളിക്കുന്നു. പേജ് നമ്പർ 257 അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈശോ വെളിപ്പെടുത്തുകയാണ്, അതായത് ഈശോയും ഒരു വ്യക്തിയും തമ്മിലുള്ള സ്നേഹബന്ധം വളരുന്നത് സംഭാഷണത്തിലൂടെയാണ്. അപ്പോൾ ഈശോ വിളിക്കുക, നിങ്ങൾക്ക് വർത്താനം പറയാൻ വേണ്ടി വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂലോകത്തിന്റെ വിജയരാജ്ഞി എന്ന് പറയുന്നൊരു പുസ്തകത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാഴ്ചൻ ഇതിനു മുമ്പ് പല എപ്പിസോഡുകളിലും പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ പുസ്തകത്തിൽ ഇതേ കാര്യം തന്നെ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നിന്റെ ചിന്തകൾ ഉൾപ്പെടെ എല്ലാം എന്നോട് പറയണം, എന്നോടുള്ള നിന്റെ സംഭാഷണം നിർത്തരുത്. പേജ് നമ്പർ 37 കാണുന്നത്. അപ്പോൾ പറയാണ്, ഈശോ വിളിക്കുകയാണ്, നീ എന്നോടുള്ള സംഭാഷണം ഒരിക്കലും നിർത്തരുത് എന്ന് പറയും. നിന്റെ ചിന്തകൾ ഉൾപ്പെടെ എല്ലാം തുറന്ന് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ രാവിലെ സപ്ര പ്രാർത്ഥന ചൊല്ലി, അല്ലാന്നുണ്ടെങ്കിൽ യാമപ്രാർത്ഥനകൾ ചൊല്ലി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജപമാല ചൊല്ലി എന്നതുകൊണ്ട് മാത്രം ഒരു സ്നേഹബന്ധം വളരുമെന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല. പിന്നെയോ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ വീഴ്ച എല്ലാം, അതായത് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനോട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഈശോയോടെല്ലാം പറയാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്താ 24 മണിക്കൂർ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയുടെ സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ വളരുക.
എന്ന് പറഞ്ഞ് കർത്താവ് വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ കർത്താവ് വലിയൊരു അനുഗ്രഹമായി, കർത്താവ് ഇതെല്ലാം നടന്നു. അങ്ങനെ ഏറ്റവും ചിന്തകൾ പോലും ഈശോയോട് തുറന്ന് പറയാം. 24 മണിക്കൂറും മനസ്സുകൊണ്ട് ഈശോയോട് സംസാരിക്കുക. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ സംസാരത്തിലൂടെ ബന്ധം വളരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആധ്യാത്മിക അർത്ഥത്തെ മനസ്സിലാക്കുമ്പോൾ പ്രാർത്ഥനയുടെ ബന്ധം വളരുന്നു. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചൊല്ലിക്കൂട്ടുന്നത് മാത്രമല്ല, അതെല്ലാം വേണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മാനസിക പ്രാർത്ഥന, അമ്പത്തരസൊക്കെ പറയുന്ന ഒരു മാനസിക പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനാ സമയത്ത് മാത്രമല്ല, എല്ലാ സമയത്തും കർത്താവെ അത് നന്നായി ചെയ്യാൻ പറ്റി, കർത്താവ് അവരെ കാണാൻ പറ്റി, ദൈവമേ വലിയ അനുഗ്രഹമായി, കർത്താവ് അങ്ങ് തന്നെ അത് ക്രമീകരിച്ച് തന്നു കേട്ടോ എന്നും പറഞ്ഞ് നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നാൽ ഉള്ളിയുടെ തൊണ്ട് പൊളിക്കുന്നവരെല്ലാം നമ്മൾ പറയും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളിൽ ആദ്യമായിട്ടൊക്കെ പോകുന്ന കുട്ടികൾ വീട്ടിൽ വന്നിരുന്ന് പപ്പയോടും മമ്മിയോടും എല്ലാം പറയല്ലേ, അല്ലെങ്കിൽ പപ്പ മമ്മി ജോലിക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോൾ കുട്ടി വീട്ടിൽ ചെയ്ത കളിക്കോപ്പുകൾ, വിഷയങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ആ കൊച്ചിന് പപ്പയും മമ്മിയും വരുമ്പോൾ ഇതെല്ലാം ഒന്ന് കാണിച്ച് കൊടുത്തു കഴിയുമ്പോൾ സന്തോഷം കിട്ടുന്നത് എന്ന് പറയുന്നത് പോലെ എൻ്റെ സഹോദരങ്ങൾ ഈശോയോട് ഇങ്ങനെ ഓരോ കാര്യം എണ്ണിപ്പറക്കി പറയുന്ന ഒരു ആധ്യാത്മികതയിലേക്ക് കർത്താവ് നമ്മൾ വിളിക്കുന്നുണ്ട്. രണ്ടാമത്, ഈശോയ്ക്ക് നമ്മളോട് സ്നേഹം തോന്നാൻ, ഈശോയും നമ്മൾ ബന്ധം വളർന്നു വരാൻ രണ്ടാമത് വചനം പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിലാണ്. അവിടെ വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അതായത് ഒരാൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ ഈശോ എടുക്കുന്ന മാർഗം വളരെ കൃത്യമായിട്ട് ബൈബിളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ ഈശോ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്നെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? അല്ലേ, അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് അയ്യോ അച്ഛൻ എനിക്ക് അച്ഛനെ ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പിന്നെയോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തി അനുസരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാം ആ വ്യക്തിക്ക് എന്നോട് സ്നേഹമാണ്. അപ്പോ എന്തൊക്കെയാണെങ്കിലും ശരി, കർത്താവിന്റെ ഓരോ വചനങ്ങളും പാലിക്കാൻ തുടങ്ങുമ്പോൾ ഈശോയെ സ്നേഹിച്ചു തുടങ്ങാൻ. ഇതേ കാര്യം തന്നെ ഈശോ മറ്റൊരു സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലാണ്: ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ എങ്ങനെയാണ് പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിന്നത് എന്ന് ഈശോ കൃത്യമായിട്ട് പറഞ്ഞു. എങ്ങനെയാ? പിതാവ് പറഞ്ഞു എല്ലാ കാര്യങ്ങളും അനുസരിച്ചു. അപ്പോൾ പിതാവിന് പിന്നെ ഈശോയുടെ സ്നേഹമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഒരു വ്യക്തി അനുസരിക്കുമ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി ഈ വ്യക്തിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈശോയെ സ്നേഹിക്കാൻ നമ്മൾ എടുക്കേണ്ട അടുത്ത മാർഗമെന്ന് പറയുന്നത് ഓരോ വചനം നോക്കുക, എല്ലാ വചനം നോക്കുക. ഈ ഞാൻ പാലിക്കുന്നുണ്ടോ ഇല്ല. അപ്പോൾ ഒരു വചനം പാലിക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ ഈശോയ്ക്ക് നമ്മളോട് സ്നേഹമായി തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെ, ഒരു വചനം കൊണ്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. അത് നിയമാവർത്തന പുസ്തകത്തിലാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ വചനം കാണുന്നത് ഇങ്ങനെയാണ്: അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിച്ചു. തൻ്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ കരങ്ങളിലായിരുന്നു. അവിടുത്തെ പാദാന്തികത്തിൽ ഇരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈശോയെ സ്നേഹിച്ചു എന്നല്ല പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെയോ ഈശോ കർത്താവ് തൻ്റെ ജനത്തെ മുഴുവൻ സ്നേഹിച്ചു. അതിൻ്റെ കാരണം എന്താ? ആ വിശുദ്ധരെല്ലാം അവിടുത്തെ കരങ്ങളിലായിരുന്നു. കരങ്ങളിൽ എന്ന് പറഞ്ഞാൽ എന്താ? അത്ര അടുത്ത ബന്ധമാണ്. പിന്നെയോ പാദാന്തികത്തിൽ ഇരുന്ന് അവിടുത്തെ വചനം ശ്രവിച്ചു. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മറിയത്തിൻ്റെ കാര്യം ചിന്തിച്ചു നോക്കുക. കർത്താവിൻ്റെ പാദാന്തികത്തിരുന്ന് വചനം ശ്രവിച്ചു. അല്ലേ, അടുക്കളയിലെ വ്യഗ്രതയിലേക്ക് പോവുകയല്ല ചെയ്തത്. പിന്നെയോ കർത്താവ് പറയുന്ന കാര്യങ്ങൾ കേട്ടോണ്ടിരുന്നു, കർത്താവിനെ സംഭാഷിച്ചുകൊണ്ടിരുന്നു. യോഹന്നാസ്ലീഹയുടെ കാര്യം ചിന്തിച്ചു നോക്കാം. വർഷത്തിൽ ചാരി കിടക്കാന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ ടൈം അല്ല, അത്ര അടുത്ത് ബന്ധമല്ലേ, അങ്ങേ അറ്റത്തിരിക്കുന്ന ആൾ പോലെ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്തുമാത്രം വെളിപ്പെടുത്തലാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തുടർന്ന് വരുന്ന ആരാധനയുടെ സമയത്ത് നമുക്ക് കർത്താവിന് പ്രത്യേക ഒരു ഗിഫ്റ്റ് കർത്താവ് ചോദിച്ചാൽ തരും. എന്താണെന്നറിയാം സഹോദരങ്ങളെ? ഈശോയ്ക്ക് നമ്മളോട് സ്നേഹം തോന്നുമാറ് ജീവിക്കാൻ ഒരു കൃപ. ആ കൃപ ഈ ആരാധന സമയത്ത് നമുക്ക് എല്ലാവർക്കും കർത്താവ് തരട്ടെ.
സ്നേഹം തന്നെയായ ഈശോയുടെ മുൻപിൽ കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ, ഞങ്ങൾക്കൊന്ന് മാത്രം ആഗ്രഹമുള്ളൂ കർത്താവേ, അങ്ങയോടെ നിരന്തര സംഭാഷണം നടത്താൻ. ജീവിതത്തിലെ ചെറുതും വലുതും അപ്രസക്തമായ എല്ലാം അങ്ങയോട് വന്ന് പറയാൻ ഒരഭിഷേകം തരണം കർത്താവേ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനങ്ങളും കണ്ടുപിടിച്ച് അതെല്ലാം പാലിച്ച് അങ്ങയെ സ്നേഹിക്കാൻ ഒരു അഭിഷേകം തരണം കർത്താവേ. വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട കർത്താവേ, അങ്ങയെ സ്നേഹിക്കാൻ മാത്രം, വേറെ ഒന്നും ആഗ്രഹമില്ല. അങ്ങയെ സ്നേഹിക്കാൻ ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണം, അത് മാത്രം മതി കർത്താവേ. യേശുവിനെ സ്നേഹിക്കാൻ അഭിഷേകം, യേശുവിനെ സ്നേഹിക്കാൻ അഭിഷേകം, യേശുവിനെ സ്നേഹിക്കാൻ അഭിഷേകം, യേശുവിനെ സ്നേഹിക്കാൻ അഭിഷേകം. പരിശുദ്ധാത്മാവേ നൽകണമേ, അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ നൽകണമേ, അഭിഷേകം ഞങ്ങൾക്ക്. ഹൃദയത്തിനുള്ള സ്നേഹിച്ചു വിളിക്കുന്നു യേശുവേ.